ഇന്നാണ് എന്റെ അനിയത്തിക്ക് ലേണേഴ്സിന്റെ എക്സാം ഇട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ സ്കൂട്ടി എടുത്തോണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്റെ അനിയത്തി പറഞ്ഞു 10 മണിക്കാണ് എക്സാം, പക്ഷെ നമ്മൾ നേരത്തെ പോകണമെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി നമുക്ക് എക്സാം എഴുതിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒറ്റ ഉദ്ദേശത്തിന് നമ്മൾ വെളുപ്പിനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ രണ്ടുപേരും കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ നെടുമങ്ങാട് എത്തിയിട്ട് നെടുമങ്ങാട് കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ RTO ഓഫീസ്. അങ്ങനെ നമ്മൾ നേരെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ഒരു സ്ഥലത്തോട് അങ്ങോട്ട് പാർക്ക് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് തട്ടലും മുട്ടലൊന്നും വരാത്ത രീതിക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒതുക്കി വണ്ടി വെച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ നേരെ ഇനി RTO ഓഫീസിലോട്ട് പോയാൽ മാത്രം മതിയിട്ട് അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയ അവസാനം നമ്മൾ കണ്ടുപിടിച്ചിട്ടോ ഒരു വിധത്തിൽ സംഭവം വെച്ചാൽ RTO ഓഫീസിൻ്റെ ഒരു ബോർഡ് പോലും അടുത്തൊന്നും വെച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഒരു ചേട്ടനാണ് പറഞ്ഞു തന്നാൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നിന്നാൽ മതി, ഇത് തന്നെ RTO ഓഫീസ് എന്ന് കേട്ടോ. അങ്ങനെ ഓഫീസിന്റെ ഫ്രണ്ട് എത്തിയപ്പോഴാണ് അനിയത്തി ഒരു കാര്യം വെച്ച് ഒരു കോപ്പി എടുക്കാൻ മറന്നു എന്നിട്ട് അങ്ങനെ ഞാൻ പോയി കോപ്പി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഷോപ്പിന്റെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അവിടെ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ മെഷീനും നല്ല രീതിക്ക് അങ്ങോട്ട് അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തുള്ളൊരു ഷോപ്പിൽ ചേച്ചി എടുത്ത് ചോദിച്ചാൽ പറഞ്ഞു, ചേച്ചി പറഞ്ഞു ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക, അപ്പോഴത്തേക്ക് മുതലാളി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മുതലാളിനെ കാത്ത് അങ്ങനെ 10 മിനിറ്റോളം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിന് ശേഷം അങ്ങനെ അവസാനം കടയിലെ മുതലാളി അങ്ങോട്ട് വന്നിട്ട് പിന്നെ കോപ്പിയൊക്കെ പിന്നെ പെട്ടെന്നായിരുന്നു ചടപട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ കോപ്പി എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഞാൻ അനിയത്തിയുടെ അടുത്ത് പോയി കോപ്പിയൊക്കെ കൊടുത്ത് പിന്നെ അടുത്ത എക്സാം തുടങ്ങാനായിട്ടുള്ള സമയം നേരത്തെ വന്നുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ കേട്ടോ. നേരത്തെ വന്നുകൊണ്ട് മാത്രം എൻ്റെ അനിയത്തിനെ നേരത്തെ എക്സാം ഹാളിലോട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിട്ടിട്ട് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിന് ശേഷം അങ്ങോട്ട് എക്സാം അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അപ്പോഴാണ് ഞാൻ അടുത്തിരുന്ന ചേച്ചിനെ അങ്ങോട്ട് നോക്കിയിട്ടോ. ഇന്ന് ചേച്ചിയാണെങ്കിൽ ഒരു ബുക്കിലൊക്കെ എഴുതി പഠിച്ചിട്ടാണ് കേട്ടോ എക്സാമിന് കയറാനായിട്ട് പോകണം. ആദ്യമായിട്ടാണ് ഒരു ലേണേഴ്സ് എക്സാം ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതി പഠിച്ചിട്ട് പോകണ ഒരു ചേച്ചിനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അനിയത്തിയുടെ എക്സാം ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ കേട്ടോ. അനിയത്തി പറഞ്ഞ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനും ഫുള്ള് മാർക്ക് നേടിയെന്ന് പറഞ്ഞു. പിന്നെ അനിയത്തി വീട്ടിലൊക്കെ ഉള്ളവരത്തൊക്കെ വിളിച്ചങ്ങോട്ട് പറഞ്ഞിട്ടാ ഫുള്ള് മാർക്ക് വാങ്ങിച്ച് പാസ്സായെന്ന് എല്ലാത്തിനും. അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്, പക്ഷേ വെളി കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.